ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കനോ ക്രിയേഷൻ. എല്ലാവർക്കും കനോ ക്രിയേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കുട്ടി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ ഇത്രയും നാളും നമ്മുടെ ചാനൽ, അതായത് ഏകദേശം 1 year ആയിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോസ് ഒന്നും തന്നെ ഇടുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും പ്രഗ്നൻസി, പിന്നെ അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു കുഞ്ഞു മോളുണ്ട്, എനിക്ക് 8 months ആയിട്ടുണ്ട് ആൾക്ക്. അപ്പം ആളുടെ വീഡിയോസ് ഒപ്പം നമ്മുടെ ചാനലിൽ ഇനി കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു കോണ്ടന്റ് റിലേറ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പഴയ കണ്ടന്റ്സ് ഒക്കെ ചെയ്യും, ഒപ്പം നമ്മുടെ കുഞ്ഞുവാവയുടെ വീഡിയോസും കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ജസ്റ്റ് ഒരു ഇൻട്രോ തരാമെന്ന് കരുതി. ഇത്രയും നാളും ഞാൻ എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു കുഞ്ഞു ഫാമിലി ആണെങ്കിൽ പോലും നിങ്ങളെ അറിയിക്കണമല്ലോ. അതുകൊണ്ടൊരു ജസ്റ്റ് ഇൻട്രോ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗ്ലൂട്ടോതയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അത് നാച്ചുറൽ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അത് IV ആയിട്ടും അല്ലാതെ കെമിക്കൽ വൈസിലും ഒക്കെ ഒരുപാട് രീതികളിൽ ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ പലയിടങ്ങളിലും ചെയ്യാറുണ്ട്. ഇപ്പോൾ സാധാരണക്കാർ പോലും ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് പുറകിലാണ്. അപ്പോൾ അത് നാച്ചുറൽ ആയിട്ട് ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ലാതെ നമുക്ക് എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. നമുക്കറിയാം, IV ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അതൊരു ലോക്ക്ഡൗൺ പ്രോസസ്സാണ്. അത് ഒരുപാട് സിറ്റിങ്സ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ പിന്നിൽ ഒരുപാട് എന്താ പറയുക, നമുക്ക് ഫിനാൻഷ്യലി ആണെങ്കിൽ പോലും അല്ലാതെ നമ്മൾ സമയം, അതുപോലെ ഒരുപാട് രീതിയിൽ അതിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അതൊന്നുമില്ലാതെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒരു തലത്തിൽ ഡാമേജ് ചെയ്യാതെ എങ്ങനെ നമുക്ക് ഈ ഒരു ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഒരുപാട് വലിയതായിട്ട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഗ്ലൂട്ടാതയോൺ ഓയിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഗ്ലൂട്ടാതയോൺ നാച്ചുറലായിട്ട് ചെയ്യാണ്ട് IV ആയിട്ട് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ആയിട്ടൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ അതല്ലാണ്ട് നമ്മളിവിടെ നാച്ചുറലായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു ഓയിൽ. അപ്പോൾ ഇത് നമ്മൾ പുറമേ പുരട്ടി കൊടുക്കുന്നതല്ലാണ്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യുക, ഫുഡ്സിലൂടെ ഇൻടേക്ക് ചെയ്താലും നമ്മുടെ ബോഡി ഗ്ലൂട്ടാതയോൺ മോറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിനായിട്ട് നമ്മൾ കഴിക്കേണ്ട ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ ഫ്രൂട്ട്സിലാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ C റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്ലൂട്ടാതയോണിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകും. അതായത് ഇപ്പം കിവി, അതുപോലെ തന്നെ പപ്പായ, അതുപോലെ ഓറഞ്ച്, ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ സിയുടെ അളവ് നല്ല രീതിയിൽ കൂടും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഗ്ലൂട്ടാതയോൺ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവക്കാഡോ ആണ്. അവക്കാഡോ ഇപ്പം നമുക്ക് എപ്പോഴും അവൈലബിലിറ്റി ഇല്ലെങ്കിലും ഉള്ള ടൈമിൽ നമ്മൾ കഴിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഫുഡ്സിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. വെജിറ്റബിൾസിലാണെങ്കിൽ ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ള മുരിങ്ങയിലയും ചീരയും ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പം ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ ഗ്ലൂട്ടാതയോൺ ഓയിൽ വെച്ചിട്ട് നമ്മൾ സ്കിന്നെ വൈറ്റൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, നാച്ചുറൽ വേയിൽ. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ട് കണ്ട ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 കുഞ്ഞി ക്യാരറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് ബോഡിയിൽ ഇത് കഴിക്കുന്നത് കൊണ്ടും നല്ലതാണ്. വൈറ്റമിൻ C നല്ല രീതിയിൽ കൂടും, ഗ്ലൂട്ടാതയോണിൻ്റെ അളവ് കൂടും. അപ്പോൾ അതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് പപ്പായ. പപ്പായ നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടായിട്ടുള്ള പപ്പായയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അത് കഴിക്കാനും അതുപോലെ തന്നെ ഈ ഓയിൽ ഉണ്ടാക്കാനും നമുക്ക് എടുക്കാം. അപ്പോൾ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. വൈറ്റമിൻ C നല്ല രീതിയിലുണ്ട്. നമ്മുടെ ഗ്ലൂട്ടാതയോൺ പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ നല്ല പഴുത്ത ഒരു പപ്പായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകം വന്നിട്ട് മഞ്ഞ കളറല്ല, ഓറഞ്ച് കളർ പപ്പായാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയിട്ടുള്ളതാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്താൽ മതി. എല്ലാവർക്കും ഓറഞ്ചിൻ്റെ തൊലി പറ്റണം എന്നില്ല, ഞാൻ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ പക്ഷേ ഓയിലിൽ ഇടുന്നില്ല, എനിക്കിത് പറ്റില്ല. ഇതിടുമ്പോൾ എനിക്ക് നീറും. അപ്പം ഇത് പറ്റണവർക്ക് അത് യൂസ് ചെയ്യാം, ഇല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി വളരെ നല്ലതാണ് സ്കിൻ വൈറ്റനിങ്ങിന്. നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മളിവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞൾ ഇത് നമ്മുടെ വീട്ടിൽ കിളച്ചിട്ടുള്ള പച്ചമഞ്ഞളാണ്, നാച്ചുറലായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നുണ്ട്. പച്ചമഞ്ഞളിൻ്റെ ഗുണം ഞാൻ പല വീഡിയോകളിലായിട്ടും പറഞ്ഞിട്ടുണ്ട്, വളരെ നല്ലതാണ് സ്കിന്നിന് കളർ വെക്കാനായിട്ട്, ഏറ്റവും നല്ലതാണ് പച്ചമഞ്ഞൾ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല സ്മൂത്ത് ആവാനും
പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഗ്ലോ കിട്ടാനുമൊക്കെ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ നല്ലതാണ്. അതിൽ നിന്നും ദാ ഒരു കഷ്ണം മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത്രയും മതി നമുക്ക് ഈ ഒരു ഓയിലിന്. ഒരുപാട് നാളത്തേക്ക് ഞാൻ ഉണ്ടാക്കി വെക്കുന്നില്ല. 2 വീക്സിന് വേണ്ടിയിട്ടുള്ള ഓയിൽ മാത്രമാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പച്ചമഞ്ഞൾ എടുത്തിട്ട് വൃത്തിയാക്കുക, നന്നായിട്ട് കഴുകിയിട്ട് തൊലി ചെത്തിയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് കൂട്ടാം. പിന്നെ എൻ്റെ സൗണ്ട് കുറച്ച് അടച്ചിരിക്കുകയാണ്, ചുമയൊക്കെ വന്നിട്ട് സൗണ്ട് പോയിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ പച്ചമഞ്ഞൾ നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ, അപ്പോൾ അത് പൊടിച്ചിട്ട് അതിൻ്റെ പൊടി നമ്മൾ നമ്മുടെ ഫുഡ്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ടല്ലോ നമ്മൾ മലയാളീസൊക്കെ. അങ്ങനെ കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. ഭയങ്കര ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള നല്ല നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന എല്ലാം ഉള്ള ഒരു സംഭവമാണ് മഞ്ഞളും. അപ്പം ഇതെല്ലാം കൂടെ വൃത്തിയാക്കിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര സംഭവമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒപ്പം നമ്മുടെ കപ്പയ്ക്ക ഉണ്ടല്ലോ, അത് മസ്റ്റാണ്, അത് എടുക്കണം. ഞാൻ എടുത്തിട്ടില്ല, എടുത്തിട്ട് വരാം. അതിന് മുന്നേ ആയിട്ട് ഞാനൊരു ഓയിൽ കാണിക്കാം. ഒരു ഓയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അതായത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. തേങ്ങാപ്പാലിൽ നിന്നും നമ്മൾ വെളിച്ചെണ്ണ ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ഒരു സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ എടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം. നമുക്ക് എന്താണോ അവൈലബിൾ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ, ഇതിൽ രണ്ടിലും വേറൊരു ഓപ്ഷൻ എടുക്കണ്ട കേട്ടോ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഓയിൽ വെച്ചിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ കപ്പയ്ക്കയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി, മിക്സിയുടെ ജാറിലിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. പേസ്റ്റ് പോലൊന്നും അരയ്ക്കേണ്ട, കുറച്ച് തരിയായിട്ട് കിടന്നോട്ടെ, കുഴപ്പമില്ല. അത് എണ്ണയിൽ കിടന്ന് മൂത്തോളും. അപ്പോൾ നമ്മുടെ കപ്പയ്ക്കയും ബീട്രൂട്ടും ക്യാരറ്റും അതുപോലെ തന്നെ മഞ്ഞളും എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ ഗ്ലൂട്ടാത്തൈൻ ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് കേട്ടോ. ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്, സ്റ്റീലിലും അലൂമിനിയത്തിലും ഒന്നും ഉണ്ടാക്കാണ്ട്. അപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി നമ്മൾ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം നന്നായിട്ട് മാറിയതിന് ശേഷം, ചൂടെല്ലാം ആയതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം കോക്കനട്ട് ഓയിലും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ. ഒരു മോയ്സ്ചറൈസേഷനൊക്കെ കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അത് കിട്ടുകയാണെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഈ ഒരു ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവണം. ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം ഞാൻ ദാണ്ടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടില്ല കേട്ടോ, തരി ഉണ്ട്, അങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ആദ്യം ഇപ്പോൾ ഫ്ലെയിം കൂടിയിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ്സിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പയ്യെ ഒരു 25 or 30 മിനിറ്റ്സ് കൊണ്ട് വേണം നമ്മൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കി എടുക്കാനായിട്ട്. പെട്ടെന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് മൂപ്പിച്ച് കരിച്ചെടുക്കരുത്, അതിൻ്റെ ഗുണം മൊത്തം പോവും. പിന്നെ ഓയിൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇനിയിപ്പോൾ പയ്യെ മൂപ്പിച്ചെടുക്കുക. ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു എന്തായാലും ഒരു 20 മിനിറ്റ്സ് നമുക്ക് വേണം. അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യാനും വൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഈവൻ സ്കിൻ ടോൺ കിട്ടാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഇത് തേൽക്കാം. ഞാൻ എൻ്റെ മോന് തേക്കാറുണ്ടായിരുന്നു പച്ചമഞ്ഞളുടെ എണ്ണ. അത് ഞാൻ ഓൾറെഡി വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. കുഞ്ഞുങ്ങൾക്കും സ്കിന്ന് ക്ലിയർ ആവാൻ വളരെ നല്ലതാണ്. ഒരു തരത്തിലുള്ള അലർജറ്റിക് പ്രോബ്ലം ഉള്ള സംഭവങ്ങളൊന്നും തന്നെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. എല്ലാം നാച്ചുറലായിട്ട് കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിത് കുഞ്ഞു കുട്ടികൾക്കും യൂസ് ചെയ്യാം. അവരുടെ സ്കിന്നും ക്ലിയർ ആവും, ഗ്ലോയിങ് ചെയ്യും, അതുപോലെ തന്നെ ഒരു നിറം വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഹാഫ് പരുവായിട്ടുണ്ട്, ഒരുപാട് മൂത്തിട്ടില്ല. പിന്നെ ഈ ഒരു ഓയിൽ നമുക്ക് ഒരുപാട് മൂത്ത് കിട്ടണ്ട കേട്ടോ. ഒരുപാട് മൂക്കാണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഷെയ്ഡിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ്സ് ആയി. ഞാൻ സ്പീഡിൽ ഇട്ടേക്കുമായിരുന്നു വീഡിയോ. 20 മിനിറ്റ്സ് ആയപ്പോഴത്തേക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും, നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞാൻ ഓയിൽ
നമ്മുടെ ഒരു കുഞ്ഞു കുപ്പിയിലേക്ക് മാറ്റിയത് ചൂട് നന്നായിട്ട് വിടണം. ചൂട് വിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഓയിൽ നമുക്ക് വേണ്ടുന്ന കണ്ടെയ്നറിലോട്ട് മാറ്റി സൂക്ഷിക്കാവൂ. അതല്ലാതെ ചൂടോടുകൂടി അടച്ച് വെക്കരുത് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക്കിൽ യൂസ് ചെയ്യാതിരിക്കാമെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പം നമ്മുടെ ഓയിൽ ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. വളരെ നല്ല ഓയിലാണ്. നമുക്ക് ഗ്ലൂട്ടാത്തയോൺ എന്നും പറഞ്ഞിട്ട് IV ആയിട്ടോ അല്ലെങ്കിൽ ടാബ്ലറ്റ് ആയിട്ടോ ഒന്നും മേടിക്കാനൊന്നും നടക്കണ്ട. അപ്പോൾ ഈ ഒരു കളറിലായിരിക്കും നമ്മുടെ ഓയിൽ ഉണ്ടാവുക. നല്ല നല്ല ഗോൾഡൻ കളറിലായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോയിൽ കാണാം.